ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് പുതുശ്ശേരി വട്ടിയുടെ രാത്രി, അതായത് വൈകുന്നേരത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദേട്ടനും രഞ്ജുവും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും വണ്ടിയിൽ പോയി, അവരൊക്കെ നടന്നു പോയി. അപ്പോൾ അവർ വരാൻ ഇത്തിരി ടൈമായി. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി വണ്ടിയിൽ പോയിട്ട് ഒരു ലെവൽ വരെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഫുള്ള് തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളവിടെ പാർക്കിംഗ് ചെയ്തിട്ട് ഇവിടെ വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാലും ഭയങ്കര ക്രൗഡഡ് ഏരിയ. അപ്പോൾ പ്രസാദേട്ടൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആദ്യമായിട്ട് വരികയാണ്. സോ അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ജസ്റ്റ് ഒന്ന് തൊഴുതിയിട്ട് ഞങ്ങൾ പുറത്തു വന്നു. കാരണം അവരൊക്കെ രാവിലെ ചെയ്ത് തൊഴുതി. പിന്നെ ഇവിടെ കുറേ അലുവ, ചോക്ലേറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ, പൊരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായി നോക്കിയിട്ട് ഞങ്ങൾ കസിൻസ് ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ചിട്ടിരുന്നു. അതിനുശേഷം വൈത്തി വെറുതെ നിൽക്കാണ്ട് സാമ്പിൾ തരുന്നു കേട്ടോ, അലുവ തരുന്നു പറഞ്ഞിട്ട് വൈത്തിയും മഞ്ഞയും കൂടി ഇരുന്ന് കഴിക്കണം. അതിന് ശേഷം എനിക്ക് കാന്താരി കൊണ്ടുവന്ന് സാമ്പിൾ തന്നു. എൻ്റെ പൊന്നോ എരിഞ്ഞിട്ട് ഒരുമാതിരി കയ്പ്പ്, എന്തൊക്കെയോ മാതിരി ഫീലിങ്സ്. അതിന് ശേഷം ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് സെറ്റായി ഗൈസ്. അപ്പോൾ വേല അതിൽ കൂടെ വരിക. അപ്പോൾ അത് കാലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ സെറ്റായി. അപ്പോൾ ഫസ്റ്റ് തായമ്പക പോലെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് കളിച്ചും പാടിയും അങ്ങനെയുള്ളത്. പക്ഷേ വേല ഭയങ്കര കുറവായിരുന്നു. പക്ഷെ തിരക്കിന് ഒരു കുറവുമില്ല, ഭയങ്കര തിരക്ക്, ഭയങ്കര ക്രൗഡഡായിരുന്നു. പിന്നെ ചേച്ചി, അവർ കുട്ടികൾ, അങ്ങനെ അവരെല്ലാവരും ഞങ്ങൾ അന്വേഷിച്ചു. പിന്നെ മഞ്ഞ പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റായി. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും കുറച്ച് നിന്ന് മതിയായപ്പം അവരവർ ഓരോ സീറ്റുകൾ സെറ്റ് ചെയ്തു. അപ്പോൾ വൈദ്യം ആനുവും മേമാവരൊക്കെ അവിടെ ഒരു ഭാഗത്തിരുന്നു. പിന്നെ ഞങ്ങൾ ബാക്കിൽ നിന്നു ഗൈസ്. ഞാനും പ്രസാദേട്ടനും രഞ്ജുവും കൂടി. ഇവരൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ടിൽ നിന്നിട്ട് ഉന്തും തള്ളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നു. പിന്നെ അതിന് ശേഷം MKV താമ്പോലം കൊട്ടിയിട്ട് വന്നപ്പോൾ ചേട്ടൻ കുട്ടികളും ചേച്ചിട്ടുള്ളവരെയൊക്കെ ആയിരുന്നു. അവർക്ക് അതിലൊക്കെ ഭയങ്കര, കുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറയണമല്ലോ, അവർക്ക് അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ നന്നായി കൊട്ടി, അത്യാവശ്യം അതുപോലെ കൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പിള്ളേരൊക്കെ ഫുള്ള് വൈബും ഭയങ്കര കളിയും അങ്ങനെ കുറേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു. അതിനുശേഷം FTക്ക് അടുത്ത താമ്പോലം വന്നു. അവരത്യാവശ്യം അടിപൊളിയായി കൊട്ടി ഗൈസ്. അപ്പോൾ അവരുടെ പിള്ളേരും തന്നെ അത്യാവശ്യം നല്ല ഡാൻസ് കാര്യങ്ങൾ, ഒരുപാട് ട്യൂൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളത് ഫുള്ള് നോക്കിയിട്ട് നിന്ന്, ഞങ്ങൾക്കൊക്കെ അവിടെ നിന്ന് കുട്ടികളൊക്കെ കളിക്കാനുള്ള ഒരു എന്താ പറയുന്നത്, ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ജസ്റ്റ് നോക്കിയിട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം ഫുള്ള് ഭയങ്കര എല്ലാ കംപ്ലീറ്റ് ബോയ്സും ഭയങ്കര തിരക്കും ഭയങ്കര ക്രൗഡഡായിരുന്നു. അങ്ങനെയായിരുന്നു പുതുശ്ശേരിക്ക് അത്യാവശ്യം, കാരണം സെൻറ്ററാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും, എല്ലായിടത്തും ആൾക്കാർ വരും. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും വായി നോക്കിയിട്ട് മുമ്പാട് നിൽക്കലായിരുന്നു. അതിനുശേഷം അവർ കുറച്ച് നേരം കൊട്ടി അപ്പോൾ എന്നിട്ട് അച്ഛൻ കുട്ടികൾക്ക് ബില്ലിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ പിള്ളേർ ഇരുന്ന് കളിക്കണം. എന്നിട്ട് എൻ്റെ ഉണ്ണി അത് വാങ്ങിച്ചിട്ട് ഓണാക്കാൻ പറ്റുമോ, ഓഫാക്കാൻ പറ്റുമോ, കളർ മാറ്റാൻ പറ്റുമോ, അങ്ങനെ എന്തൊക്കെയോ ഉള്ള ചെക്കിങ്ങൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം തെയ്യത്തിൻ്റെ ഒരു ഇതുപോലെ വന്നു. അതിന് വിളക്കും കാര്യങ്ങളൊക്കെ, അതായത് ദൈവത്തിന് വെച്ചിട്ട് അതിൽ വിളക്ക് കൊളുത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായി. അതിനുശേഷം കുടവേല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതിനായിട്ടുള്ള മെയിൻ സംഭവങ്ങൾ എന്താണ് ചെണ്ടമേളവും അതിൻ്റെ വാദ്യങ്ങളും ആന. അപ്പോൾ ഇവിടെയും മടിരാജ തന്നെയായിരുന്നു, പ്ലസ് അവരുടെ 2 കൂട്ടുകാരും. അപ്പോൾ അങ്ങനെ 3 പേര് തന്നെയായിരുന്നു ഇവിടെയും അത്യാവശ്യം. അപ്പോൾ നല്ല കുറച്ച് ക്രൗഡഡായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഫോട്ടോസും വീഡിയോസും, അങ്ങനെ അത്യാവശ്യം അവിടെ നിൽക്കാനുള്ള കുറച്ച് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആനകൾക്ക്. കാരണം സ്പേസ് കാര്യങ്ങൾ, പിന്നെ അവിടെ വേല നീങ്ങുള്ള സമയം. അപ്പോൾ അത്യാവശ്യം കുറേ പേർക്ക് നല്ല നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം വേലയൊക്കെ കഴിഞ്ഞപ്പം അമ്പലത്തിൻ്റെ അവിടെ പോയാൽ ഭയങ്കര ക്രൗഡഡായിരിക്കും പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ പോയി. അവിടെയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് കപ്പുകൾ, സോസുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അത് ഇഷ്ടമായി വാങ്ങിച്ചു. പിന്നെ അൽവ വാങ്ങണ്ടായിരുന്നു ഇവർ. അതിന് ശേഷം ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് എന്നാൽ പിന്നെ ജ്യൂസ് കുടിച്ചിട്ട് സർബത്ത് കുടിക്കാൻ വേണ്ടി പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ പാനിപൂരി, കാളൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. ഞങ്ങളൊക്കെ ഷെയർ അടിച്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് എന്തൊക്കെയോ പർച്ചേസിങ് ചെറുതായിട്ട് രഞ്ജുവിന് എന്തൊക്കെയോ വാങ്ങാൻ മട്ടും വാങ്ങിച്ചു. പിന്നെ പ്രസാദേട്ടനാണ് എനിക്ക് ഈ തോല് വാങ്ങിച്ചത്, ഭയങ്കര ഇഷ്ടം എനിക്ക്. പിന്നെ പ്രസാദേട്ടന് എന്താണ് കടല വാങ്ങിച്ചു കൊടുത്തു, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് അധികം പറഞ്ഞ് നടന്നു വന്നു ഗൈസ്. അപ്പോൾ അവർ വീട്ടിൽ പോകുന്ന രംഗം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. പോകണ്ട പറഞ്ഞു. ആക്ച്വലി അവർ ആളില്ല പറഞ്ഞിട്ട് അവർ കയറ്റി പോയി. അപ്പോൾ പ്രസാദേട്ടൻ വാങ്ങിച്ചതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് ഫുള്ള് വൈബ് കാണിക്കുമായിരുന്നു. എനിക്കതിൻ്റെ ആഗ്രഹമാണ് കുറേ, എനിക്ക് ഈ സാധനം വാങ്ങുന്നത്. പക്ഷെ എനിക്ക് ആരും വാങ്ങിച്ചില്ല. അവസാനം എനിക്ക് പ്രസാദേട്ടൻ്റെ കൈ കൊണ്ട് പ്രസാദേട്ടനാണ് എനിക്ക് ഈ സാധനം വാങ്ങിച്ചു തന്നത്. അതിനുശേഷം ഞാനത് ഇട്ടിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ വീടെത്തി. ടാറ്റാ, ബൈ ബൈ.